عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. സർവാദരണീയരായ ദീനിനെ സ്നേഹിക്കുന്ന, ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്ന സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായ മുതഅല്ലിമീങ്ങൾ, ഈ സദസ്സിൽ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ കർമ്മോത്സുകരായ നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ നാസർ ഫൈസി ഉസ്താദ് അവറുകൾ, നമ്മുടെ SKSSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അഭിമന്യരായ ഫൈസി ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ച് അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് വിളിച്ചു പറയാം, നമ്മുടെ നല്ലൊരു നേതാവാണ് എന്ന്. ഇത് കേവലം ആലങ്കാരികമായ ഒരു പദപ്രയോഗമല്ല, മറിച്ച് രാവും പകലും സംഘടന എന്ന വികാരം മനസ്സിൽ കൊണ്ട് നടന്ന് സംഘാടകൻ എന്ന വിചാരത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അല്ലാഹുവേ, നീ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ ഈ സ്റ്റേജിലുള്ള ഒരുപാട് നേതാക്കന്മാർ, അല്ലാഹുവേ, മരണം വരെ സമസ്തയുടെ ഖാദിമീങ്ങളായി നിലകൊള്ളാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിൾ ഇസ്മായിൽ ഫൈസി ഉസ്താദ് അവറുകൾ, അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. മഹാന്മാരായ സമസ്തയെയും സമസ്തയുടെ ആലിമീങ്ങളെയും സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ അവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാ. അതുപോലെ തന്നെ ഒരുപാട് രോഗികളായ നമ്മുടെ പ്രവർത്തകരുണ്ട്. നാടിന്റെ പല ഭാഗങ്ങളിലും സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, കിടപ്പിലായ, വലിയ വലിയ ഓപ്പറേഷനുകൾക്ക് വിധേയമായി കിടക്കുന്ന എത്രയോ പ്രവർത്തകരെ കാണാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ കാമിലായ ശിഫ നൽകണേ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ഈ മൂര്യാട്ട് ഒരുപാട് ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞവരുണ്ട്. നമ്മുടെ സംഘടനയെ നെഞ്ചോട് ചേർത്ത് വെച്ചവർ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി ഏറെ ബന്ധമുള്ള ഒരുപാട് ആളുകൾ രോഗികളാണെന്നറിയാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നസീർ മൂര്യാടിന്റെയും ഒക്കെ അവരുടെയൊക്കെ പിതാവ്, അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നടക്കാനുള്ളത് മജ്ലിസുൻ നൂറാണ്. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മജ്ലിസുൻ നൂർ നിർവഹിക്കാൻ വേണ്ടി ഓരോ മഹല്ലത്തിനോടും നിർദ്ദേശം നൽകിയപ്പോ ഇന്ന് കേരളത്തിനകത്തും പുറത്തും എത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ പോലും മാസാന്തരത്തിൽ മജ്ലിസുൻ നൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തങ്ങൾ അവர்கள் അത് നിർദ്ദേശിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാരണങ്ങളാണ്. ഒന്ന്, അപകടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന സമയം, അതിനൊരു ശമനമുണ്ടാവണം. അതുപോലെ തന്നെ രണ്ടാമത്തേത്, ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ആത്മീയമായ വളർച്ചയും ഉയർച്ചയും സാധ്യമാവണമെന്ന ആഗ്രഹം. ഈ രണ്ട് മഹത്തായ ലക്ഷ്യങ്ങളാണ് മജ്ലിസുൻ നൂർ നിർദ്ദേശിക്കാൻ കാരണമായതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഇവിടെ നമ്മുടെ SKSSF ഇവിടെ മാസത്തിൽ മജ്ലിസുൻ നൂർ നടത്തുകയാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളും ആവശ്യങ്ങളുമുണ്ട്.
ഒരുപാട് പാവപ്പെട്ട ആളുകൾ ദാ ഇപ്പോൾ തന്നെ മജ്‌ലിസുൻ നൂർ ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ കടലാസിൽ എഴുതിക്കൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകരോട് നേരിട്ട് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ദാ ഈ സദസ്സിലിരിക്കുന്ന മുതിർന്ന ആളുകൾ ആരാണ് ഇവിടെ വേദനയില്ലാത്തവർ? ആർക്കാണ് ഇവിടെ പ്രയാസങ്ങളില്ലാത്തവർ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദനയും ഇല്ലാത്ത മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മുതാലിമിങ്ങളല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, ഇരിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഒരു വിഷമമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓരോരുത്തരും ഓരോ വിഷമത്തിലാണ്. ഈ അടുത്ത കാലത്ത് ചില പ്രയാസങ്ങൾ കണ്ടപ്പോ മനസ്സു വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ SKSSF ഇഴയെടുപ്പം എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിച്ച് അസ്ർ മുതൽ മഗ്രിബ് വരെ പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കുമായിരുന്നു. അതിൽ രോഗികളെ വീടുകൾ, മരണ വീടുകൾ സന്ദർശിക്കുമായിരുന്നു. ചില രോഗികളെ കാണാൻ വേണ്ടി പോയപ്പോൾ മനസ്സു വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഈ നാടിന്റെ തൊട്ടടുത്ത് അഥവാ ഈ കൂത്തുപറമ്പ് മേഖലയിൽ തന്നെ പെട്ടൊരു സ്ഥലത്ത് ഒരു വൈകുന്നേര സമയം ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. ആരാണ് രോഗി എന്നറിയോ? 3.5 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു അപകടം സംഭവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അഥവാ +1 പഠിക്കുന്ന മോൻ. അവൻ +1 പഠിക്കുന്ന സമയം സ്കൂളിലേക്ക് പോകാൻ ബസ് കയറുന്ന നേരം ബസ് ഫുള്ളായിട്ടുണ്ട്. ക്ലീനർ തന്റെ ഇടത്തെ കൈ കൊണ്ട് തട്ടി മാറ്റുകയാണ്. അടുത്ത ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടു. പക്ഷേ ബസ്സിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്തു വെക്കുന്ന പൊന്നുമോന് തലയടിച്ച് ഇങ്ങനെ വീഴുകയാണ്. തല റോഡിനിടിച്ചുകൊണ്ട് രക്തം വർന്നൊഴുകി ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. 3.5 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അപകടമാണ്. എന്നാൽ 3.5 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി പോയപ്പോ ഇന്ന് ചിലപ്പോൾ അവന് 20ഓളം വയസ്സ് പ്രായമുണ്ടാകും. ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി പോയ സന്ദർഭം സുബ്ഹാനല്ലാഹ്, ഈ ഉള്ളവൻ ആ മകന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദുആ ചെയ്തപ്പോ അതിനാമീൻ പറഞ്ഞ കൂട്ടുകാർ, പ്രത്യേകിച്ച് നാസർ ഫൈസി ഉസ്താദ് അടക്കമുള്ള ആളുകൾ വലിയ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. കാര്യമെന്താണ്? 3.5 വർഷങ്ങൾക്ക് മുമ്പ് ബോധം നഷ്ടപ്പെട്ടു പോയ മോനാണ്. ഇതുവരെ ബോധം തിരിച്ചു വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ആ മകനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, പിന്നെയോ ഈ 3.5 വർഷവും ആ മകന്റെ നിഴല് പോലെ കൂടെ നിന്നുകൊണ്ട് ഒരു വലിയ ആവശ്യത്തിനും പുറത്തേക്ക് പോകാതെ ആ മകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉപ്പാനെയും ഉമ്മാനെയും കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. 3.5 വർഷമായി ബോധമില്ലാതെ കിടക്കുകയാണ്. ആ നേരത്ത് ഭക്ഷണം കൊടുക്കണമല്ലോ. ബോധമില്ലാത്ത ഈ മകൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ആ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? മൂക്കിൽ പൈപ്പിട്ടിട്ട് നമ്മൾ തിന്നുന്ന ചോറിലെ അതിങ്ങനെ ജ്യൂസാക്കിയിട്ട് ആ പൈപ്പിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 3.5 കൊല്ലമായി ആ രൂപത്തിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ വീട്ടുകാരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ആ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ചികിത്സിക്കാൻ വലിയ പണമൊന്നും ആവശ്യമില്ല. കാരണം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ബോധം തിരിച്ചു വന്നാലല്ലാതെ കാര്യമായ ചികിത്സ നടക്കുകയില്ല. ആ മകന് ബോധം തിരിച്ചു വരാൻ വേണ്ടി ഉപ്പയും ഉമ്മയും കാത്തിരിക്കുകയാണ്. പിന്നെയോ ഇവർക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് എല്ലാ മാസവും 1000കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ബസ് വാങ്ങാൻ വേണ്ടി. കിടന്ന കിടപ്പിൽ നിന്ന് മൂത്രമൊഴിക്കും, മലമൂത്ര വിസർജനം നടത്തുമ്പോ അത് മുഴുവനും ആ ഉപ്പയും ഉമ്മയും വൃത്തിയാക്കി കൊടുക്കും. ഇടയ്ക്കിടെ പമ്പസ് മാറ്റിക്കൊടുക്കും. 20ഓളം വയസ്സ് പ്രായമുള്ള മകൻ. അല്ലാഹുവേ, മഹാന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ സദസ്സിൽ വെച്ച് നിന്നോട് ചോദിക്കുകയാണ്, ജീവിക്കാനാണ് ഹൈറെങ്കിൽ ആ മകന് നീ ആരോഗ്യത്തോടെയുള്ള ജീവിതം നൽകണേ അല്ലാഹ്.
മരണമാണ് ഖൈറെങ്കിലോ ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ഇങ്ങനെ എത്ര മനുഷ്യന്മാർ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനാണ് ഇതുപോലെയുള്ള സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. എത്ര മനുഷ്യന്മാർ, ചില ആളുകളുണ്ട് അവരുടെ രൂപം കാണുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നവരാണെന്ന് തോന്നൂല. അവരുടെ രൂപവും അവരുടെ കോലവും കാണുമ്പോ വലിയ സന്തോഷത്തിലാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ഇതാ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോവുകയാണ്. അന്നേരം ഒരു 16-17 വയസ്സ് പ്രായമുള്ള ഒരു മോൻ, നല്ല ആരോഗ്യമുള്ള, നല്ല ഭംഗിയായി മുടി ചീകിയ, നല്ല വസ്ത്രം ധരിച്ചൊരു മോൻ, അവൻ എൻ്റെ കാറിന് കൈ നീട്ടി. ഞാൻ കാറ് നിർത്തിയപ്പോ അവൻ എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ ഞാനും കയറട്ടെയോ എന്ന്. വളരെ പ്രയാസത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളൊരു മോനാണ്. പക്ഷേ കാണാൻ ഒരു മോശവുമില്ല, നല്ല അഴകുള്ള, മൊഞ്ചുള്ള, ഭംഗിയുള്ള മോൻ. അവനെ വാഹനത്തിൽ കയറ്റി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ പേര് ചോദിച്ചു, അവന്റെ സ്ഥലം ചോദിച്ചു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിലും അവനോട് ഞാൻ ചോദിച്ചു, നീ പഠിക്കുന്നത് എത്രയിലാണ്? അവൻ പറയുന്നത് +2-ലാണ് എന്ന്. ആ +2 എന്ന് പറയാൻ തന്നെ അവൻ പ്രയാസപ്പെടുന്നുണ്ട്. സംസാരത്തിന് ചെറിയൊരു പ്രയാസമുണ്ട്. +2-നാണെന്ന് പറഞ്ഞു. ആ മകനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണ് പോയത് എന്ന്. അവൻ പറയാൻ, ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് എന്ന്. ഞാൻ ചോദിച്ചു, ഉമ്മ? അതെ, ഉമ്മ മരിച്ചിട്ട് 1 വർഷമായി എന്ന്. ഉടനടി ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഉപ്പയുടെ കൂടെയാണോ താമസിക്കുന്നത് എന്ന്. അവൻ പറയാൻ, ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി എന്ന്. ഉപ്പയില്ല, ഉമ്മയില്ല, +2-ന് പഠിക്കുന്ന മോനാണ്. അതിനിടയിൽ അവനോട് ചോദിച്ചു, നീ ആരുടെ കൂടെയാ താമസിക്കുന്നത് എന്ന്. അവൻ പറഞ്ഞു, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, ഞാൻ ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന്. ഞാൻ ചോദിച്ചു, ഉപ്പാപ്പാക്ക് എന്താണ് ജോലി എന്ന്. അവൻ പറയാൻ, ഉപ്പാപ്പാക്കൊരു പണിയില്ല, ഉപ്പാപ്പ രോഗിയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, പിന്നെയോ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീ പണിക്ക് പോകുന്നില്ലല്ലോ, നീ പഠനം തുടരുകയാണ്. ഇത്ര വലിയ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പഠനം മാറ്റിവെക്കാതെ മുന്നോട്ട് പോകുന്ന പൊന്നുമോൻ, എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണമെന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ്, നമ്മുടെ അയൽവാസികളോ അതുപോലെ മറ്റു സംഘടനാ ബന്ധുക്കള് അവർ കൊണ്ടുതരുന്ന ഭക്ഷണ കിറ്റാണ് നമ്മുടെ ഭക്ഷണത്തിനുള്ള വക എന്നവൻ പറയുകയാണ്. കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് കുറെ തമാശകൾ അവനോട് പറഞ്ഞു. കാറിങ്ങനെ ഡ്രൈവ് ചെയ്തു അവൻ ഇറങ്ങാനുള്ള സ്ഥലമെത്തിയപ്പോ അവൻ ഇറങ്ങാൻ വേണ്ടി പോകുന്ന നേരം ആ +2-ന് പഠിക്കുന്ന മോൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. വലിയ സങ്കടമുള്ള ചോദ്യം. അവൻ ചോദിക്കുകയാണ്, ഉസ്താദേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉസ്താദിന് വിഷമമാവോ എന്ന്. ഞാൻ പറഞ്ഞു, എന്ത് വിഷമം? ഒരു വിഷമമില്ല. അല്ല ഉസ്താദേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉസ്താദിന് എന്നോടൊന്നും തോന്നരുത് എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും തോന്നൂല, നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് തോന്നിയത്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ +2-ന് പഠിക്കുന്ന മോൻ ആ കാറിന്റെ മുൻസീറ്റിലിരുന്ന് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ, ഏകദേശം ആ സമയം മഗ്രിബോടടുത്ത സമയമായിട്ടുണ്ട്. അവൻ എന്നോട് പറയാൻ, ഉസ്താദേ, എനിക്കൊരു ചിക്കൻ വാങ്ങിത്തരുമോ എന്ന്, എനിക്കൊരു കോഴി വാങ്ങിത്തരുമോ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്തിനാ? അത് ഇന്ന് രാത്രി കറി വെക്കാനാണ്. വീട്ടിൽ കറി വെക്കാൻ ഒന്നുമില്ല, എനിക്കൊരാഗ്രഹം, കുറെ ദിവസമായി കോഴി തിന്നണോന്ന് ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും അവൻ ഇറങ്ങിയതിന് ശേഷം മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. കാരണം ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കാൻ അതും മനസ്സിൽ ആഗ്രഹമുണ്ടായപ്പോ അതൊന്ന് തുറന്നു പറയാൻ കൂടെ ആരുമില്ലാത്ത പൊന്നുമക്കള്, അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും മാതാപിതാക്കൾ മരിച്ചു പോയവരുണ്ടെങ്കിലും അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്.
പ്രിയമുള്ളവരെ, ഇതാണ് ലോകം. ചിരിക്കുന്ന മുഖമാണ്, പക്ഷെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സങ്കടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അല്ലാഹു അല്ലാഹു അല്ലാഹ്, സങ്കടത്തിലും സന്തോഷത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി സാധ്യമാവണം. സന്തോഷം വരുന്ന നേരത്ത് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും മുസീബത്തുകളോ വിഷമങ്ങളോ കടന്നു വരുമ്പോ അപ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് വല്ല മുസീബത്തും വരുമ്പോ, വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോ അവര് പറയുമത്ര ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ സങ്കടത്തിലും സന്തോഷത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി സാധ്യമാവണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾക്കൊരു ആശ്വാസമുണ്ടാകും. നിങ്ങളറിയോ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, മനുഷ്യന്മാരൊക്കെ വിഷമം വരുമ്പോൾ ദ്വാരക്കുന്നത് അല്ലാഹുവേ എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നാണ്. പക്ഷെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാ, അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെയോ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പറയേണ്ടത്, വിഷമങ്ങള് പ്രയാസങ്ങള് എനിക്കൊരു അല്ലാഹു ഉണ്ട്. അങ്ങനെ പറയാൻ കഴിയണത് ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി നൽകുന്ന വാക്കാണ്. മല പോലെയുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും അതെല്ലാം തീർത്തു തരാൻ അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ ജല്ല ജലാലായ റബ്ബുൽ ആലമീനായ അല്ലാഹു എന്റെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുകയാണെങ്കിലോ എത്ര വലിയ പ്രയാസങ്ങളും തേഞ്ഞുമാനു പോകുന്നതാണ്. മഹാനായ തൃപ്പനച്ചി ഉസ്താദ് വലിയ കറാമത്തുള്ള മഹാനാണ്. ആ തൃപ്പനച്ചി ഉസ്താദ് വഫാത്താവുന്നതിന്റെ ഏകദേശം ഒരുപാട് ദിവസങ്ങളോളം വീണിട്ട് കൈയും കാലും ഒക്കെ പരിക്ക് പറ്റി ഇങ്ങനെ പ്രയാസപ്പെട്ടിരുന്നു. ആ നേരത്ത് കൂടെയുള്ളവർ ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും മാറാൻ ദുആ ചെയ്തുകൂടെ എന്ന്. മഹാനായ തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇതാണ് അല്ലാഹുവിന് ഇഷ്ടം, ഇത് തന്നെയാണ് എനിക്കും ഇഷ്ടമെന്നോ. അല്ലാഹ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇത് തന്നിട്ടുണ്ടാവുക, അതുകൊണ്ട് ഇതിനെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്ന വർത്തമാനമാണ് മഹാനായ ശൈഖുനാ തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞതെങ്കിലോ ഔലിയാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. വേദന വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ എല്ലാം തവക്കൽതു അലല്ലാഹ്. നമ്രൂദ് തീർത്ത അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം എന്ന പ്രവാചകനെ വലിച്ചെറിയപ്പെടാൻ വേണ്ടി പോകുന്ന നേരത്ത് അതാ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് പറയുകയാ, അല്ലയോ പ്രവാചകരെ, അങ്ങയെ ഞാൻ സംരക്ഷിക്കട്ടെയോ എന്ന്, അങ്ങയെ ഞാൻ രക്ഷിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ ആ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജിബ്രീലിനോട് പറയുകയാണ്, വേണ്ട വേണ്ട, എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്നാണ്. എത്ര വലിയ പ്രയാസം വന്നപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന നേരത്ത് പോലും പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന വർത്തമാനമാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്മാരുടെ ജീവിത ചരിത്രമൊന്ന് പരിശോധിക്കുമ്പോൾ
പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവരാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകനുണ്ട്. എന്താ പ്രവാചകന്റെ പേര്? മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകൻ ആര്? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കുടുങ്ങിയപ്പോ ഒന്നും രണ്ടും ദിവസമല്ല 40 ദിവസത്തിലധികം മത്സ്യവയറ്റിൽ കുടുങ്ങിയ നേരം, മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന നേരം, ആ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സർവം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവിന് മാത്രമാണ് എന്നെ സംരക്ഷിക്കാൻ കഴിയുക എന്ന ഉദാത്തമായ ചിന്തയാണ് ഞാൻ ഈ സദസ്സിനോട് പറയുകയാണ്. ഇതേ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, അല്ലയോ സ്വഹാബ, നിങ്ങൾക്ക് വല്ല രോഗവും പിടിപെട്ട് കഴിഞ്ഞാൽ ആ രോഗാവസ്ഥയിൽ 40 തവണ നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം പറയുകയും ആ രോഗത്തിലെങ്ങാനും നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇനിയോ ആ രോഗമെങ്ങാനും സുഖപ്പെട്ടാലോ, ആ രോഗം സുഖപ്പെടലോടെ എല്ലാ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവർ രോഗം വന്നു കഴിഞ്ഞാൽ 40 തവണ പറയണം, ലാ ഇലാഹ ഇല്ലാ അൻത. 40 വട്ടം പറഞ്ഞാൽ ആ രോഗത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലി. ആ രോഗം സുഖപ്പെട്ടാലോ മഗ്ഫൂർ, പാപമോചനം നൽകപ്പെട്ടവനായിട്ടാണ് രോഗം സുഖപ്പെടുക എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, രോഗം വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു വെക്കാൻ വേണ്ടി കഴിയണം. അതിനൊക്കെ സാധ്യമാണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും, ഇങ്ങനെ നീട്ടി വളച്ചൊടിച്ച് പറയാം. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ വരുമ്പോ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അത് കഴിയും. ആർക്കാണെന്നറിയോ? 7 ഗുണങ്ങളുള്ള ആളുകൾ, അഥവാ അള്ളാഹുവിനെ സർവ്വതും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് 7 ഗുണങ്ങളുണ്ട്. ഈ 7 ഗുണങ്ങളുള്ള മനുഷ്യന്മാർ അവരെല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്നവരാണ്. അവരെല്ലാം എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ 7 അടയാളങ്ങൾ ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അടയാളം ഏതാണെന്നറിയോ? അല്ലാഹ് എന്ന ചിന്തയിൽ സർവവും സമർപ്പിച്ച ആളുകളുടെ ഒന്നാമത്തെ അടയാളം, അവർക്ക് മരണത്തോട് വെറുപ്പുണ്ടാവൂല. എങ്ങനെ? മരണത്തോട് വെറുപ്പുണ്ടാവൂല. ആർക്ക്? എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച മനുഷ്യന്മാർ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുകയാണെങ്കിലോ അവനെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടലിനെ വെറുക്കുകയാണെങ്കിൽ അവനെ കാണാൻ അല്ലാഹുവും വെറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റിരുന്ന്, സ്ത്രീകളെല്ലാവരോടും എഴുന്നേറ്റിരുന്നേ. അത്ര മതി ഇൻഷാ അല്ലാഹ്. ഞാൻ പെട്ടെന്ന് നിർത്തും. നമ്മൾ തുടങ്ങാൻ കുറച്ച് താമസിച്ചത് കൊണ്ട് തന്നെ വയലൊക്കെ വേഗം നിർത്തും ഇൻഷാ അല്ലാഹ്.
അപ്പൊ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ 7 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് മരണത്തോട് വെറുപ്പുണ്ടാവൂല. ഉഹുദ് യുദ്ധം നടക്കുന്ന നേരം സ്വഹാബികൾ ഇങ്ങനെ അണിയണിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ മഹാനായ സ്വഹാബി തന്റെ കൂടെയുള്ള വേറൊരു സ്വഹാബിയോട് പറയുകയാണ്, നമ്മൾ ഏതായിരുന്നാലും ഉഹദിലേക്കല്ലേ പോകുന്നത്, നമുക്കൊന്ന് ദുആ ചെയ്യാം. ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഞാനും ആമീൻ പറയാം. എന്താ, തയ്യാറാണോ എന്ന് കൂടെയുള്ള സ്വഹാബി അതേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ഉഹുദിന്റെ താഴ്വരയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. രണ്ടുപേരും മാത്രമായി ദുആ ചെയ്യുകയാണ്. ആദ്യം ദുആ ചെയ്തത് കൂടെയുള്ള സ്വഹാബിയാണ്. കൂടെയുള്ള സ്വഹാബി എന്താണ് ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, ഉഹുദിന്റെ രണഭൂമിയിലേക്ക് ഞാൻ പോവുകയാണ്. ഏറ്റവും ധീരനായ ഒരു ശത്രുവിനെ തന്നെ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. അങ്ങനെ അവനുമായി പടപൊരുത്താനും അവനെ വകവരുത്താനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ എന്നാ സ്വഹാബി ദുആ ചെയ്തപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുകയാണ്. ഇനി ദുആ ചെയ്യേണ്ടത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഞാനും ഉഹുദിന്റെ രണഭൂമിയിലേക്ക് പോവുകയാണ്. ഏറ്റവും ധീരനായ ഒരു ശത്രുവിനെ തന്നെ എനിക്ക് കാണിച്ചു തരണം, അവനുമായി പടപൊരുതണം. അവസാനം അവന്റെ മൂർച്ചയുള്ള വാളിന്റെ വട്ടേറ്റുകൊണ്ട് എന്റെ മൂക്ക് മുറിച്ചു തരണേ അല്ലാ, എന്റെ ചെവി മുറിച്ചു തരണേ അല്ലാ. അവന്റെ വാളിന്റെ വട്ടേറ്റുകൊണ്ട് ഷഹീദായി മരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്തപ്പോ അതിശയത്തോടെ അത്ഭുതത്തോടെ ആ കൂട്ടുകാരനായ സ്വഹാബി ആമീൻ പറയുകയാ. ആമീൻ പറഞ്ഞതിന് ശേഷം ആ കൂട്ടുകാരനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, നിന്റെ പ്രാർത്ഥനയാണ് എന്റെ പ്രാർത്ഥനയേക്കാൾ ഏറ്റവും നല്ലത്. കാരണം ഷഹീദായി മരിക്കാനല്ലേ നീ പ്രാർത്ഥിച്ചത്, മരണത്തോട് വെറുപ്പില്ലാത്ത പ്രാർത്ഥനയല്ലേ. അങ്ങനെ ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഒരുപാട് സ്വഹാബികൾ ഷഹീദായ യുദ്ധമായിരുന്നു. അങ്ങനെ പുന്നാര നബിതങ്ങളും സ്വഹാബത്തും തങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഷഹീദായതെന്നറിയാൻ ആ ഉഹുദിന്റെ പോർക്കളത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്പമകലെ ഒരു സ്വഹാബിയുടെ മയ്യത്ത് തൂക്കിക്കെട്ടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോ സ്വഹാബികളും നബിതങ്ങളും ഓടിപ്പോവുകയാണ്. ആ തൂക്കിക്കെട്ടിയ സ്വഹാബിയുടെ മുന്നിലേക്ക് എത്തിയപ്പോ ആ മയ്യത്തായ ഷഹീദായി കിടക്കുന്ന സ്വഹാബിയുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട്, ആ സ്വഹാബിയുടെ ചെവി മുറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുറിഞ്ഞ മൂക്കും മുറിഞ്ഞ ചെവിയും 2 ചെറിയ കയറുകളിലായി അവിടെ തൂക്കിക്കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ സ്വഹാബികൾക്ക് മനസ്സിലായി ഇതാരാണെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. ആ നേരത്ത് ആമീൻ പറഞ്ഞ സ്വഹാബിയുണ്ടല്ലോ, ആ സ്വഹാബി കരയുകയാ. എന്നിട്ട് വിളിച്ചു പറയുന്നു, എന്റെ കൂട്ടുകാരൻ സത്യം പറഞ്ഞിരിക്കുന്നു. മരണത്തോട് വെറുപ്പിന്റെ ഒരു അംശം പോലും ഹൃദയത്തിലില്ലാത്ത പ്രാർത്ഥനയായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന. മരണത്തോട് വെറുപ്പുണ്ടാവൂല. കാരണം മരിച്ചു കഴിഞ്ഞാലാണല്ലോ എനിക്ക് അല്ലാഹുവിനെ കാണാൻ വേണ്ടി സാധ്യമാവുക. ആ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. മരണത്തോട് വെറുപ്പില്ല എന്ന് കരുതിയിട്ട് മരണത്തെ പേടിയില്ല എന്നതിനർത്ഥമില്ല. മറിച്ച് മരണത്തെ പേടിയുണ്ടാവും. പടച്ചോൻ എന്റെ ഇബാദത്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ, ഞാൻ ശരിയായ രീതിയിൽ തൗബ ചെയ്തിട്ടുണ്ടോ എന്ന ചിന്തകളാൽ ഒരു പക്ഷേ മരണത്തെ പേടിയുണ്ടാകും. പക്ഷെ അപ്പോഴും വെറുപ്പുണ്ടാവൂല. കാരണം മരിച്ചാൽ എന്റെ റബ്ബിനെ എനിക്ക് കാണാമല്ലോ.
എന്ന ചിന്തയാണ് ആ മനുഷ്യന്റെ മനസ്സും മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ അടയാളം മരണത്തോട് വെറുപ്പുണ്ടാവില്ല. ഇനി രണ്ടാമത്തെ അടയാളം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ താൽപര്യത്തിന് മുൻഗണന കൊടുക്കും. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ താൽപര്യത്തിന് മുൻഗണന കൊടുക്കും. നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചതാരാണ്? SYS-ന്റെയും SKSSF-ന്റെയും മൂര്യാട് ശാഖയിലുള്ള കർമ്മോത്സുകരായ പ്രവർത്തകരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയാം, അല്ലാഹുവിന്റെ താൽപര്യത്തിന് മുൻഗണന കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങള്. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അതുപോലെ കൂട്ടുമല ഉസ്താദിന്റെയും അത്തിപ്പറ്റ ഉസ്താദിന്റെയും ഒക്കെ വഫാത്തിലൂടെ, ആ വഫാത്ത് നടന്ന മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവരെ കുറിച്ച് പറയാതെ നിവൃത്തിയില്ലല്ലോ. മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്തു എന്ന് ഒരാൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത പണ്ഡിതൻ. ഒരു ഹറാമും ജീവിതത്തിലേക്കില്ല, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. എന്തിനേറെ, മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആയിരങ്ങൾ സാക്ഷി നിർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ കണ്ണിയത്ത് ഉസ്താദ് പറയുമായിരുന്നു, അല്ലാഹുവേ, ഈ അഹമ്മദ് ഇന്നേ വരെ നിനക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, അതുകൊണ്ട് മഴ തരണേ അല്ലാ. ഒരു വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഈ അഹമ്മദ് എന്ന ഈ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇന്നേ വരെ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്തിട്ടില്ല അല്ലാ എന്നൊരു സദസ്സിന്റെ മുന്നിൽ ഉറക്കെ വിളിച്ചു പറയാനും കഴിയണമെങ്കിലോ എത്രമാത്രം സൂക്ഷ്മതയുള്ള ജീവിതമായിരിക്കും അത്. എല്ലാ വിഷയത്തിലും അല്ലാഹുവിന്റെ താൽപര്യത്തിന് മുൻഗണന കൊടുക്കുന്നു. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നിന് വന്ന എന്തെങ്കിലും ഹദിയ കൊടുക്കും. ഉസ്താദ് ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും തിരിച്ചു പോകുമ്പോ ഹദിയ കൊടുക്കും. ഹദിയ വാങ്ങുമ്പോ എങ്ങനെയാ വാങ്ങാന്നറിയാം? വാങ്ങുന്നതിന്റെ മുമ്പ് ചോദിക്കും, നിനക്കെന്താണ് ജോലി, നിനക്കെത്രയാണ് ശമ്പളം? മൂന്നാമതൊരു ചോദ്യവും കൂടി ചോദിക്കും, എന്നെ കൊണ്ട് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തിനായി 3 ചോദ്യം എന്നറിയോ? നിനക്കെന്താണ് ജോലി, ഹറാമായ വല്ല ജോലിയുമാണോ എന്നറിയാനാണ്. പിന്നെ നിനക്കെത്രയാണ് ശമ്പളം, അതെന്തിനാണെന്നറിയോ? ഈ കൊണ്ടുവന്ന സമ്മാനം അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ എന്നറിയാനാണ്. ഇനി മൂന്നാമത്തേത്, എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ എന്ന്, അഥവാ ഇത്തരം ഗിഫ്റ്റുകൾ നൽകിയിട്ട് എന്നെ സ്വാധീനിക്കാനുള്ള പരിപാടിയാണോ? ഇതറിയാൻ വേണ്ടിയാണ് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അനുവദനീയമല്ലാത്തതിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ സ്വീകരിക്കാത്തവര്. ഒരു ദിവസം മഹാനവറുകളുടെ ഒരു ശിഷ്യൻ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കാണാൻ വേണ്ടി വന്നപ്പോ കുറച്ച് ചായപ്പൊടി കൊണ്ടുവന്നിരുന്നു. പഴയ കാലങ്ങളിലൊക്കെ വിരുന്നിന് പോകുമ്പോ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. ശരിയല്ലേ? ശരിയല്ലേ? പണ്ട് വിരുന്നിനും പോക്കില്ലേ? ചായപ്പൊടിയും പഞ്ചസാരൊക്കെയാ കൊണ്ടുപോവാറുള്ളത്. അപ്പോ ചായപ്പൊടി കൊണ്ടു കൊടുത്തപ്പോ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ഇതെന്തിനാ? അപ്പൊ വന്ന ആളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞു, അത് പിന്നെ ഉസ്താദ് ഇവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണ്. അന്നേരം തന്നെ കണ്ണിയത്ത് ഉസ്താദ് ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പറയാണ്, ഈ ചായപ്പൊടി മാറ്റി വെക്കണം, ഇത് നമുക്ക് കഴിക്കാൻ പാടില്ല. ഇത് ഈ തന്നാള് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണ്, അഥവാ നമുക്ക് പറ്റൂല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ വിരുന്നുകാര് വന്നാൽ വിരുന്നിന് വന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകുന്ന നേരത്തെ ഒരു 500-ന്റെ 1000-ന്റെ ഒക്കെ നോട്ട് ഇങ്ങനെ എടുത്തിട്ട് അവർ കുട്ടികളെ കയ്യിൽ കൊടുക്കും. അപ്പൊ ആ കുട്ടിയുടെ ഉപ്പ പറയും, ഇതെല്ലാം എന്തിനാണ്? അപ്പൊ നമ്മൾ പറയും, അവര് മിഠായി വാങ്ങിക്കോട്ടെ. മിഠായി വാങ്ങാനാ? അല്ല, അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയാ. മിഠായി ഈ 500-ന് 1000-നൊക്കെ മിഠായി വാങ്ങിയിട്ട് പിള്ളേർ ബാക്കി ഉണ്ടാവുക ഇല്ല. ഇതൊരു ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയാ, മിഠായി വാങ്ങാനാണ് എന്നതുപോലെ ആ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞത്.
ഇതിവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് ഉടനടി പറയാൻ, എന്നാ ഇത് നമുക്ക് പറ്റൂല, ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂല എന്ന് അത്രമേൽ സൂക്ഷ്മതയാണ്. മറ്റൊരു ശിഷ്യൻ എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോ കണ്ണിയത്ത് ഉസ്താദ് തന്റെ വയറ് തടവിയിട്ട് പറയുകയാണ്, ഈ അഹമ്മദിന്റെ പള്ളയിലോ ഇന്നേ വരൊരു ഹറാമും കടന്നു ചെന്നിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് ഹലാലാണോ, ഇത് ഹലാലാണോ? ഉസ്താദിന്റെ ചോദ്യമാണ്. എന്താ വിഷയം? ഓഫർ കിട്ടിയപ്പോ അങ്ങനെ തന്നെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ വല്ലതും ഇതിലുണ്ടോ എന്ന ആലോചനയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ അതൊക്കെ കൊണ്ട് തന്നെയല്ല ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും മതത്തിന്റെ പേരിലോ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അനവധി നിരവധി സംഘടനകളും ഗ്രൂപ്പുകളും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് പാറ പോലെ നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമസ്തയെ നമുക്ക് പരിചയപ്പെടുത്തിയ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് സസൂക്ഷ്മം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവർ, അവരാണ് നമ്മുടെ മുന്നിൽ നിന്നവർ, അവരാണ് ഈ കൊടി പിടിച്ചവർ, അവരാണ് സമസ്തയെ പരിചയപ്പെടുത്തിയവർ. നമുക്കുറപ്പാണ് അവരുടെ പിന്നാലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകുമെന്ന്. അതിന് വലിയ കിതാബോധേണ്ട കാര്യമൊന്നുമില്ല. അവരെ കണ്ടിട്ടാണ്, അവരെ അറിഞ്ഞിട്ടാണ്, അവരെ വായിച്ചിട്ടാണ്, അവരെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഒരൊറ്റ ക്വാളിഫിക്കേഷൻ, അള്ളാന്റെ താല്പര്യത്തിനാണ് അവർക്ക് മുൻഗണന. സമസ്തയുടെ വിഷയം എന്നാൽ അങ്ങനെ തന്നെയാണ്. മല പോലെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ അല്ലാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരൊറ്റ പ്രഖ്യാപനം പോലും സമസ്തയിൽ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ വലിയ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രമേൽ വലിയ ഒരു വളർച്ചയും ഉയർച്ചയും സമസ്തക്കുണ്ടായതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം നിലനിർത്താൻ, ആ ഒരു തീരുമാനം നിലനിർത്താൻ സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഇന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതിനെ തകർക്കാനും തരിപ്പണമാക്കാനും ഒരാൾക്കും സാധ്യമല്ല. ഇപ്പൊ സമസ്തയുടെ ആലിമീങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ അവർ അള്ളാന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തവരാ. ഇപ്പൊ ഈ മാസത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുക. നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്ന നേരം ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ചായ കുടിച്ച് ഗ്ലാസ്സൊക്കെ നിലത്ത് വെച്ചപ്പോ എല്ലാവരുടെ ഗ്ലാസ്സിലും അവസാനം കുറച്ച് ചായ ബാക്കിയുണ്ട്. അങ്ങനെയാന്നല്ല, ചായ കുടിച്ചതിന് കുറച്ച് ബാക്കിയുണ്ടാവും. അങ്ങനെ ബാക്കിയുണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് ചെയ്തെന്ന് അറിയോ, ആ എല്ലാ ഗ്ലാസ്സിലെ ചായ എടുത്തിട്ട് തൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്ക് ഏകദേശം ഒരു ഗ്ലാസ് ചായ ഉണ്ട്, അതങ്ങനെ തന്നെ കുടിച്ചു. ബാക്കിയുള്ളവർ കുടിച്ചതിന്റെ ബാക്കി. ഒന്ന് ആലോചിച്ചു നോക്കി. എന്ന് വെച്ചാൽ അല്ലാഹ്ക്കിഷ്ടം, അല്ലാഹുവിന്റെ റസൂലിനിഷ്ടം, ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും വെറുതെ കളയരുത് എന്നാണ്. അവരാണ് അല്ലാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തത്. ഇതേ അത്തിപ്പറ്റ ഉസ്താദ്, എന്റെ കൂട്ടുകാരൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരമുണ്ടായി. അന്ന് ഇറച്ചിക്കറിയായിരുന്നു. എന്റെ കൂട്ടുകാരൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെയായിരുന്നിട്ടുള്ളത്. അങ്ങനെ ഇറച്ചിയ കൊട്ടോടുകൂടിയുള്ള ഇറച്ചി ഇങ്ങനെ കഴിക്കുകയും അങ്ങനെ വായിലിട്ട് ഈമ്പിയിട്ട് തന്റെ ഉമിനീരിന്റെ നനവുള്ള ആ കൊട്ട് നിലത്തേക്ക് വെക്കുകയും ചെയ്തപ്പോ അത്തിപ്പറ്റ ഉസ്താദ് ഉടനടി അത് കയ്യിലേക്ക് എടുക്കുകയും എന്നിട്ട് ആ എല്ലിന്റെ ഇടയിൽ കുടുങ്ങിയ ചെറിയൊരു ഇറച്ചിയുടെ കഷ്ണം തന്റെ കൈ കൊണ്ടെടുക്കുകയും അത് കഴിക്കുകയും ചെയ്യുകയാണ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. ആ അത്തിപ്പറ്റ ഉസ്താദും മരണം വരെ നിലനിന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമസ്തയാണ്. അത് സമസ്തയാണ്. എന്തൊരു ജീവിതമാണ് അവരുടേത്. ഇതേ ഒരു വഅദിന്റെ സദസ്സിൽ ഇത് പറഞ്ഞപ്പോ, വഅദ് കഴിഞ്ഞപ്പോ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉസ്താദെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, എന്താ? അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഇയാൾ പോയി. അങ്ങനെ
പോയ നേരത്തെ അത്തിപ്പറ്റ ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കാം. അപ്പൊ ചെറിയൊരു പത്തിരിയുടെ കഷ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് മകനോട് പറയാൻ, മോനെ ഈ പത്തിരിയുടെ കഷ്ണം നീ പൂച്ചക്ക് തിന്നാൻ കൊടുക്കണം. അപ്പൊ മകൻ പൂച്ചക്കത് തിന്നാൻ കൊടുത്തു. പൂച്ച തിന്നതിന് ശേഷം ഒരു അല്പം ബാക്കിയുണ്ട്. ഒരു പൂച്ച തിന്നതിന്റെ പത്തിരി കഷ്ണം ബാക്കിയായാൽ നമ്മളാരെങ്കിലും അത് മൈൻഡ് ചെയ്യോ? പക്ഷെ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ മോനോട് പറയാൻ, മോനെ അത് കയ്യിലെടുക്കണം, എന്നിട്ട് നല്ലോണം പൊടിക്കണം, എന്നിട്ടത് വീടിന്റെ സൈഡിൽ ഇങ്ങനെ വിതറണം. ഉറുമ്പുകൾ അത് തിന്നോട്ടെ എന്ന്, ഉറുമ്പുകൾ അത് ഭക്ഷിക്കട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിച്ചു ബാക്കി വന്നതിന്റെ കാര്യത്തിൽ പോലും അല്ലാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലാഹുവേ അവരുടെ പിന്നാലെ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അപ്പൊ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലോ, അള്ളാഹുവിൽ സകലതും സമർപ്പിക്കുന്നുണ്ടെങ്കിലോ, അങ്ങനെയുള്ളവർക്ക് നൽകുന്ന 7 അടയാളങ്ങളിൽ ഇനി 3ാമത്തെ അടയാളം ഏതാണെന്നറിയോ? അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ സ്മരണയെ അധികരിപ്പിക്കും, ദിക്റിനെ അധികരിപ്പിക്കും. മൻ അഹബ്ബല്ലാഹ അക്സറ ദിക്റഹു. ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ ദിക്റിനെ അധികരിപ്പിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെയും നമുക്ക് സമസ്തയുടെ ആലിമീങ്ങളെ പരിശോധിക്കാം. അവരുടെ നാവില് സദാ ദിക്റുകളാ. ശൈഖുനാ ശംസുൽ ഉലമ അവരൊക്കെ ഓരോ ദിവസവും എത്രയാ ദിക്റുകൾ ചൊല്ലിയതോ നിങ്ങൾക്കറിയോ? വയനാട്ടിലുള്ള സമസ്തയുടെ ഒരു മുഷാവറ അംഗമുണ്ടോ, വലിയ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഹംസ മുസ്ലിയാർ. ആ മഹാനവറുകളോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന സമയം ശംസുൽ ഉലമയുടെ അരികിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങളില്ലേ, അതിന്റെ ഇജാസത്ത് വാങ്ങാൻ ഒരു മഹാന്റെ അരികിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയിട്ട് ദിക്റ് ചൊല്ലുമ്പോ അതിന് പ്രത്യേകതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ചൊല്ലാതെ തന്റെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ ഇജാസത്തോടുകൂടി അസ്മാഉൽ ഹുസ്ന ചൊല്ലണമെന്ന് കരുതിയിട്ടു ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ശംസുൽ ഉലമയുടെ അരികിലേക്ക് പോവുകയാ. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാനുള്ള ഇജാസത്ത് വേണമെന്ന്. അന്നേരം ശംസുൽ ഉലമ എന്താ പറഞ്ഞതെന്നറിയോ? ശംസുൽ ഉലമ പറയാൻ, അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്ത് ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും 99 നാമങ്ങളിലെ ഓരോ നാമങ്ങളും ഓരോ 1,00,000 തവണ ചൊല്ലിയിട്ട് വാ, എന്നിട്ട് ഇജാസത്ത് തരാം. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഓരോന്ന് ഓരോ 1,00,000 തവണ ചൊല്ലുമ്പോൾ ടോട്ടൽ എത്രയാവും? 99 ലക്ഷം തവണ, ചുരുക്കി പറഞ്ഞ 1 കോടി തവണ അള്ളാന്റെ പേര് ചൊല്ലിയിട്ട് വാ, എന്നിട്ട് ഇജാസത്ത് തരാമെന്ന്. അല്ലാഹു അല്ലാഹു അല്ലാഹ്, യാ അല്ലാഹു യാ റബ്ബു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാറു യാ വഹാബു യാ റസാഖു യാ ഫത്താഹു യാ ഹലീമു യാ ഖാബിദു യാ ബാസിതു യാ ഖാഫിദു യാ റാഫിഉ യാ മുഇസ്സു യാ മുദില്ലു യാ സമീഉ യാ ബസീറു യാ ഹകമു യാ അദലു യാ ലതീഫു യാ ഖബീറു യാ അലീമു യാ അലീമു യാ ഗഫൂറു യാ ശകൂറു യാ അലിയു യാ കബീറു യാ ഹഫീളു യാ മുഖീതു യാ ഹസീബു യാ ജലീലു യാ കരീമു യാ റഖീബു യാ മുജീബു യാ വാസിഉ യാ ഹകീമു യാ വദൂദു യാ മജീദു യാ ബാഇസു യാ ഷഹീദു യാ ഹഖു യാ വകീലു യാ ഖവിയ്യു യാ മതീനു യാ വലിയു യാ ഹമീദു യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദു യാ മുഹയ്യി യാ മുമീതു യാ ഹയ്യു യാ ഖയ്യൂമു യാ വാജിദു യാ മാജിദു യാ വാഹിദു യാ അഹദു യാ സമദു യാ ഖാദിറു യാ മുഖ്തദിറു യാ മുഖദ്ദിമു യാ മുഅഖിറു യാ അവ്വലു യാ ആഖിറു യാ
يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منعم يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا معطي يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഈ അല്ലാഹുവിന്റെ 99 നാമങ്ങളും ഓരോ ലക്ഷം തവണ ചൊല്ലിയതിന് ശേഷമാണ് അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്ത് ശംസുൽ ഉലമ നൽകിയതെങ്കിൽ ആ ശംസുൽ ഉലമ ഓരോ ദിവസവും ലക്ഷോപലക്ഷം ദിക്റുകളാണ് ചൊല്ലി തീർത്തതെങ്കിൽ അതേ ദിക്ർ ചൊല്ലിയിട്ടാണ് ഈ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് സമസ്തയെ സ്നേഹിക്കുന്ന നിങ്ങളോട് വഅ്ള് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ദിക്റുകൾ ചൊല്ലി ചൊല്ലി മരണ നേരത്തും അവർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനിയോ അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ 7 അടയാളങ്ങളിൽ 4ാമത്തെ അടയാളമായി പറയുന്നത് ഖുർആനിനെയും ഹബീബിനെയും ഇഷ്ടപ്പെടുന്നു എന്നോ. ഖുർആനിനെ ഇഷ്ടപ്പെടും. അല്ലാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർ അവർ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അവർ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഖുർആൻ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഖുർആൻ നല്ലോണം ഓതുക, നല്ലോണം ഖുർആൻ ഓതുക. ചക്കരക്കല്ല് ഭാഗത്ത് വഅ്ള് പറയുന്നതിനിടയിൽ ഒരു മകൻ ഒരു എഴുത്തുമായി വന്നു. അവൻ പറയാൻ ഉസ്താദ് എൻ്റെ ഉപ്പാനെ കുറിച്ചാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന്. ആ വഅ്ളിന്റെ സദസ്സിൽ വെച്ച് ആ കടലാസ് വായിച്ചപ്പോ ആ കടലാസിലുള്ളത് ഇങ്ങനെയാണ്: ഉസ്താദ് എൻ്റെ ഉപ്പ മരിച്ചു, പക്ഷെ എൻ്റെ ഉപ്പ മരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിലിരുന്നിട്ട് ഖത്മുൽ ഖുർആൻ ഓതാറുണ്ട്. അതും രോഗിയായി കിടന്ന നേരത്ത് ഓരോ ഖത്തം തീരുമ്പോഴും ഓരോ ഒരു കയറുണ്ട് കയ്യിൽ, ആ കയറിൽ ഒരു കെട്ടിടും. 2ാമത്തെ ഖത്തം ഓതി കഴിഞ്ഞാൽ 2ാമത്തെ കെട്ടിടും, 3ാമത്തെ ഖത്തം ഓതി കഴിഞ്ഞാൽ 3ാമത്തെ കെട്ടിടും. അങ്ങനെ ഓരോ ഖത്തമിനും ഓരോ കെട്ടിടുന്നതാണ്, ഓരോ ജുസല്ല, ഓരോ ഖത്തം. അങ്ങനെ ഉപ്പ മരിച്ചപ്പോ മക്കൾ ഈ ഉപ്പാന്റെ കയറെടുത്ത് പരിശോധിച്ചു. ആ കയറിൽ എത്ര കെട്ടുകൾ ഉണ്ടായിരുന്നെന്നറിയോ? 142 കെട്ടുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രോഗിയായി കിടക്കുന്ന നേരത്ത് ആ പിതാവ് ഓതി തീർത്തത് 142 ഖത്തമായിരുന്നു. എത്രയാ അവർ ഖുർആൻ ഓതിയത്? പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാ, നമ്മളോ ഈ പറയുന്ന ഞാനോ ദിവസവും ഖുർആനിന്റെ ഒരു പേജെങ്കിലും മറിച്ചു നോക്കാൻ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ചില മനുഷ്യന്മാരുണ്ട് ധാരാളം ഖുർആൻ ഓതും. ഇനി ഖുർആൻ നോക്കിയിട്ട് മാത്രമല്ല കാണാതെയും ഓതുന്ന ആളുകളുണ്ട്. മഹാനായ കണ്യാല മൗലാ റളിയല്ലാഹു അൻഹു, കണ്യാല മൗലാ റളിയല്ലാഹു അൻഹു, ആ മൗലാ തങ്ങളുടെ ഒരു മുരീദുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്, എന്നെക്കാൾ ഒരു വയസ്സ് കുറവാണ്. അപ്പൊ ഒരു ഉസ്താദും കൂടിയാണ്. അവനൊരു ദിവസം സ്വകാര്യമായിട്ട് എന്നോട് വർത്താനം പറയുമ്പോൾ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിലൊക്കെ 20,000 ഫാത്തിഹ ഓതലുണ്ട്, 20,000 ഫാത്തിഹൊക്കെ മൗലാന്റെ പേരിൽ ഓതലുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, ആ ഒരു ദിവസം ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ, ഈ സമയം കൊണ്ട് എങ്ങനെയാ ഓതി തീർക്കാം? അവൻ പറഞ്ഞ മറുപടി, അതെനിക്കറിയില്ല, ഞാൻ ഓതലുണ്ട്, എണ്ണം 20,000 ചിലപ്പോഴൊക്കെ കിട്ടലുണ്ട്, ചിലപ്പോൾ അത് 7,000 ആവും, 10,000 ആവും, അങ്ങനെ കുറയാനും സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്, ചില മനുഷ്യന്മാർ നാവിന്റെ കെട്ട് പടച്ചോൻ അഴിച്ചു കൊടുക്കുകയാണ്, അവരോതുകയാണ്. അല്ലാഹുവേ, ഖുർആനിനോടുള്ള ഇമ്പം നമ്മുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാ. ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് കൽബ് നിറക്കണേ അല്ലാ. ഇനി 5ാമത്തെ അടയാളം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ ഏകാന്തതയെ ഇഷ്ടപ്പെടും. ഒന്നൊറ്റക്കിരിക്കാൻ, അല്ലാ എന്ന ചിന്തയിൽ ഒന്ന് തനിച്ചിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നതാണോ? ഇനി 6ാമത്തെ അടയാളമായി പറയുന്നത്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ, എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചവർ, അവർക്ക് ഇബാദത്ത് എളുപ്പമാകുന്നു. ഇനി 7ാമത്തെ അടയാളം, നിർത്താൻ 7ാമത്തെ അടയാളം എന്താണെന്നറിയോ? അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നതാണ്. നമ്മൾ ഇന്നീ സദസ്സിനെ നഗറിട്ടത് ആരുടെ പേരാണ്? ശൈഖുനാ മൂര്യാട് മൗലാ. മൂര്യാട് മൗല എന്ന് പറഞ്ഞാൽ
നമ്മൾ ആരെയാ ഉദ്ദേശിച്ചത്? ബഹുമാനപ്പെട്ട ശൈഖുനാ മൂര്യാട് ഉസ്താദിനെയാണ്. എങ്ങനെയായിരുന്നു മൂര്യാട് ഉസ്താദിന്റെ ജീവിതമെന്ന് ഞാൻ നിങ്ങൾക്ക് വഴുതു പറഞ്ഞു തരണോ? വേണ്ടതില്ലല്ലോ. നിങ്ങൾ കണ്ടതല്ലേ ആ ഉസ്താദിന്റെ ജീവിതം. എന്തോ ഒരു റാഹത്തുള്ള ജീവിതമാ. നമ്മുടെ SKSSFന്റെ പ്രവർത്തകർക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ തവണ വഴുതിന് വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇത്തവണയും നിങ്ങളോട് പറയുകയാണ്, പറയാതിരിക്കാൻ കഴിയില്ല, വീണ്ടും പറയുകയാണ്. ഞാനും നമ്മുടെ ഇസുദ്ദീൻ ഉസ്താദ് അവറുകളും പിന്നെ നമ്മുടെ മൂര്യാട്ടുള്ള SKSSFന്റെ പ്രവർത്തകരും ബസ് പിടിച്ചിട്ടൊരു യാത്ര പോയി, സിയാറത്ത് യാത്ര. ഫസ്റ്റ് പോയത് എവിടേക്കാണെന്നറിയോ? മൂര്യാട് ഉസ്താദിന്റെ മക്കാമിലേക്ക്. അവിടെ ഇടുന്ന് രാത്രി പുറപ്പെട്ട് അവിടെ എത്തിയത് പാതിരാക്ക് 3 മണിക്കാണ് അവിടെ എത്തിയത്. 3 മണിക്ക് അങ്ങനെ അവിടെ എത്തി. നമ്മളവിടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരാൾ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തന്നെ, നമ്മളത് കുടിച്ചു. മൂര്യാട്ട കുട്ടികളാണ് SKSSFന്റെ മക്കള്. അങ്ങനെ കട്ടൻ ചായ കുടിച്ച് കിടന്നു. സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് പിന്നെ സിയാറത്ത് ചെയ്ത്, ആ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞ് ആ മക്കാമിന്റെ പരിസരത്ത് ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ചു ഇവരോട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, നമ്മൾ മൂര്യാട്ടെന്നാ വരുന്നത്. അപ്പോൾ ഉസ്താദ് എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും മൂര്യാട്ടെന്ന് സിയാറത്തിനൊക്കെ വരുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് എടുത്തു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത സിയാറത്തിന് പാണക്കാട്ടൊക്കെ പോവാലാന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ ഇന്നലെ കട്ടൻ ചായ ഉണ്ടാക്കി തന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ വന്നിട്ട് പറയാൻ, നിങ്ങളാരും പോകരുത്, നാസ്ത കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. നമ്മൾ പറഞ്ഞു, ഇതാ എല്ലാവരും ഉണ്ട്, ഇരിക്കുന്ന പലരും നമ്മുടെ കൂടെ വന്നവരാ, ഇതാ ചെറുപ്പക്കാരല്ല, ഭയങ്കര ബന്ധം. അതിനുശേഷം ആ കുട്ടികളെല്ലാം കണ്ട ചിരിയും തമാശയൊക്കെയാ. നല്ല ബന്ധമായിരുന്നു ആ യാത്ര കഴിഞ്ഞ് പോയി വന്നപ്പോഴേക്കും. ആ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ കളവിന്റെ ഒരു അംശമില്ല എന്ന് നമ്മുടെ കൂടെ അന്ന് സിയാറത്തിന് വന്ന 48 പേർക്കും അറിയാം. നമ്മൾ പറഞ്ഞു, ഇല്ല, നമ്മള് സിയാറത്തിന് പോകണം, അതുകൊണ്ട് നമ്മൾ പോവാണ്. ആ ചായ ഉണ്ടാക്കി തന്ന ആള് പറയാണ്, നിങ്ങൾ പോലെ നാസ്ത കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മൾ പറഞ്ഞു, നാസ്ത കഴിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് വേഗം പോകണം. അപ്പൊ ആ ചങ്ങാതി എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് ഇന്നലെ കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി തന്നു, എന്നിട്ട് ഞാൻ ഉറങ്ങി. ആ ഉറക്കത്തിൽ ഞാൻ മൂര്യാട് ഉസ്താദിനെ സ്വപ്നം കണ്ടു. മൂര്യാട് ഉസ്താദ് സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞത് എന്താ അറിയോ? ഇപ്പോൾ വന്നതും എൻ്റെ മൂര്യാട്ട കുട്ടികളാണ്, അവർക്ക് നാസ്ത കൊടുത്തിട്ടേ നിങ്ങൾ വിടാൻ പാടുള്ളൂ എന്ന്. എന്തോ ഒരു വാക്കാണ്. ഇപ്പൊ വന്നത് എൻ്റെ മൂര്യാട്ട കുട്ടികളാണ്. SKSSFന്റെ മക്കള് ബസ് പിടിച്ച് സിയാറത്ത് യാത്ര നടത്തി അവിടെ എത്തിയപ്പോഴാണ് കിനാവിൽ വന്നിട്ട് മൂര്യാട് ഉസ്താദ് ഹാദിമിനോട് പറയണത്, ഇതെന്റെ മൂര്യാട്ട കുട്ടികളാണ്, നാസ്ത കൊടുത്തിട്ടേ നിങ്ങൾ പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്ന്. അത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. 10 മണി ഏകദേശമായി നാസ്ത വരാന്. അതുവരെ നമ്മൾ അവിടെ കാത്തിരുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഉസ്താദ് അവറുകള് പടച്ചവനെ ദറജ നീ ഉയർത്തണേ അല്ലാ, പദവിയെ ഉയർത്തണേ അല്ലാ. ആ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലിതാ കൈയുയർത്തി ആമീൻ പറയുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, ഇവരാരെങ്കിലും എന്തെങ്കിലും വേദന അനുഭവിക്കുന്നവരാണെങ്കിലും ആ മൂര്യാട് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് വേദനക്ക് നീ ശമനം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് മജ്ലിസ് നൂറിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഈ സദസ്സിനോട് ഒരു കാര്യവും കൂടി പറയുകയാണ്. വയൽ അവസാനിപ്പിച്ച ഈ നേരം, മജ്ലിസ് നൂറിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്ന നേരം, മഹാനായ മൂര്യാട് ഉസ്താദിന്റെ മദ്ഹ് പറഞ്ഞ സന്ദർഭം, ആ മൂര്യാട് ഉസ്താദിന്റെ പേരിൽ നഗരൊരുക്കിയ ഈ സദസ്സിൽ വെച്ച് ഈ സദസ്സിനോട് പറയുകയാണ്. നമ്മുടെ SKSSFന്റെ മക്കൾക്ക്, SYSന്റെ പ്രവർത്തകർക്ക് ഒരു ആഗ്രഹമുണ്ട്, സ്വന്തമായി ഒരു മൈക്ക് സിസ്റ്റം ഉണ്ടാവാൻ. നമ്മളെ മജ്ലിസ് നൂർ നടക്കുമ്പോ, സലാത്ത് നടക്കുമ്പോ, മറ്റു പ്രോഗ്രാമുകൾ നടക്കുമ്പോ സ്വന്തമായി മൈക്കും ബോക്സും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഓരോ പരിപാടി നടക്കുമ്പോഴും ആയിരക്കണക്കിന് രൂപ നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി കഴിയും, നഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ എന്താക്കണം? ഒന്ന് വാങ്ങണം. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് അതിന് ചെലവ് വരുന്നത്.
ഈ സദസ്സിലെല്ലാവരും ഏതെങ്കിലും ഒരാളും 1.5 ലക്ഷം ഏറ്റെടുക്കണം എന്നല്ല പറയണത്, മറിച്ച് എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ SKSSFന്റെ SYSന്റെ പ്രവർത്തകർക്ക് സ്വന്തമായി മൈക്കും ബോക്സൊക്കെ വാങ്ങാൻ വേണ്ടി കഴിയും. പിന്നീടുള്ള പരിപാടികളൊക്കെ പണച്ചെലവില്ലാതെ നടത്താൻ വേണ്ടി സാധിക്കും. ഒന്ന് ഒരുമിക്കണം.